സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ടു കറക്റ്റ്ലി മാച്ച് പെയേഴ്സ് ഫ്രം ദ ഗിവൺ ടേംസ്. അപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് വന്നിട്ടുണ്ട്, അതിൽ നിന്ന് രണ്ട് കറക്റ്റ്ലി മാച്ച് ചെയ്യുന്ന പെയേഴ്സ് ഉണ്ടാവണം. ഒമറ്റീഡിയ സെൻസ് ഓർഗനാണ്, അപ്പോൾ അതൊരു പെയറായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ കാർഡിയാക് ടിഷ്യൂവിൻ്റെ കൂടെ കാർഡിയാക് ടിഷ്യൂ കണ്ടെയ്ൻ ഇൻ്റർകലേറ്റഡ് ഡിസ്ക്, അപ്പോൾ അതിനെയും നമുക്ക് ഒരു പെയറായിട്ട് എടുക്കാം. ബാക്കിയുള്ളത് മാൽപീജിയൻ ട്യൂബ്യൂളും ഗോബ്ലെറ്റ് സെൽസുമാണ്. അപ്പോൾ ആ രണ്ട് ടേംസിനെയും നമുക്ക് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒമറ്റീഡിയ സെൻസ് ഓർഗൻ, കാർഡിയാക് ടിഷ്യൂ, ഇൻ്റർകലേറ്റഡ് ഡിസ്ക്, ഇതാണ് രണ്ട് പെയർസ്. ദെൻ male cockroach, second question, male cockroach can be easily differentiated from the female in their morphological features. Name this phenomenon. Male and female cockroaches can be easily distinguishable. ആൺ കോക്രോച്ചിനെയും പെൺ കോക്രോച്ചിനെയും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ആ ഫിനോമിനൻ്റെ പേരെന്ത്? ആ ഫിനോമിനൻ്റെ പേരാണ് സെക്ഷുവൽ ഡൈമോർഫിസം. ഗിവ് വൺ എക്സ്റ്റേണൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ച്. മെയിൽ കോക്രോച്ചിന് ഏനൽ സ്റ്റൈലുണ്ട്, ഫീമെയിലിന് ഇല്ല. അതുപോലെ മെയിൻ കോക്രോച്ചിൻ്റെ അബ്ഡമൻ കുറച്ച് നാരോ ആയിരിക്കും, ഫീമെയിലിൻ്റെ ബ്രോഡായിരിക്കും. പിന്നെ മെയിൽ കോക്രോച്ചിൻ്റെ വിങ്സിൻ്റെ പ്രത്യേകത, ഇതൊക്കെ ഇതിലേതെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫീച്ചർ നിങ്ങൾക്ക് എഴുതാം. വിങ്സ് ഫീമെയിലിനാണെങ്കിൽ ഇറ്റ് പ്രൊജക്ട്സ് ബിയോണ്ട് ദ അബ്ഡമൻ, പക്ഷേ മെയിലിനാണെങ്കിൽ കറക്റ്റ് അബ്ഡമനിൻ്റെ അവിടെ വന്ന് നിൽക്കുകയുള്ളൂ. Then label parts A and B, third question, and write their functions. A എന്ന് തന്നിരിക്കുന്നത് നമുക്ക് ഈ സ്ട്രക്ചറാണ്, ആൻഡ് ദിസ് ഇസ് ബി. അപ്പോൾ എ ഈസ് ഹെപ്പാറ്റിക് സി കെ ആൻഡ് ബി ഈസ് മാൽപീജിയൻ ട്യൂബ്യൂൾ. ഹെപ്പാറ്റിക് സി കെയുടെ ഫംഗ്ഷൻ പ്രൊഡക്ഷൻ ഓഫ് അല്ലെങ്കിൽ സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് എൻസൈംസ്, ഡൈജസ്റ്റീവ് ജ്യൂസസ് ആണ്. ബി മാൽപീജിയൻ ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷൻ എക്സ്ക്രീറ്ററി സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ സെൽ ജംഗ്ഷൻസ് പ്രൊവൈഡ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിങ്ക്സ് ബിറ്റ്വീൻ ഇറ്റ്സ് ഇൻഡിവിജ്വൽ സെൽസ്. നെയിം ആൻഡ് കമൻറ്റ് ഓൺ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽ ഫങ്ഷൻസ് അല്ല, സെൽ ജംഗ്ഷൻസ് ആണ്. ഡിഫറെൻറ്റ് സെൽ ജംഗ്ഷൻ നമ്മൾ പഠിച്ചത് ടൈറ്റ് ജംഗ്ഷൻ, ഗ്യാപ്പ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ. ടൈറ്റ് ജംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദേ ചെക്ക് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദ സെൽസ്. രണ്ട് സെൽസിന് ഇടയ്ക്കുള്ള മെറ്റീരിയൽസിൻ്റെ ഫ്ലോയെ ചെക്ക് ചെയ്യുന്നു, അതാണ് ടൈറ്റ് ജംഗ്ഷൻ, കൺട്രോൾ ചെയ്യുന്നു. ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദേ അലൗ ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് ബിറ്റ്വീൻ ദ സെൽസ്. അപ്പോൾ അഡ്ജസൻറ്റ് സെൽസ് തമ്മിലുള്ള സബ്സ്റ്റൻസിൻ്റെ ചെറിയ സബ്സ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ കെമിക്കൽസിൻ്റെ ഒക്കെ എക്സ്ചേഞ്ചിനെ അലൗ ചെയ്യുന്നതാണ് ഗ്യാപ്പ് ജംഗ്ഷൻ. അഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ പെർഫോം ദ സിമെൻറ്റിംഗ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് നെയ്ബറിങ് സെൽസ്, അടുത്തടുത്ത സെൽസിനെ ക്ലിങ് ടുഗെദർ, അത് ഒരുമിച്ച് നിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് അഡ്ഹറിങ് ജംഗ്ഷൻസ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ സ്കീമാറ്റിക് ഡയഗ്രാം. മസ്കുലർ ടിഷ്യൂവിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: സ്കെലിറ്റൽ മസിൽ, സ്ട്രയേറ്റഡ് മസിൽസ് ആൻഡ് കാർഡിയാക് മസിൽസ്. അപ്പോൾ എ എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷൻ എവിടെ കാണുന്നു സ്കെലിറ്റൽ സ്ട്രക്ചർ, അസോസിയേറ്റഡ് വിത്ത് സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്. ബി സ്മൂത്ത് മസിൽസ് ഓർ നോൺ സ്ട്രയേറ്റഡ് മസിൽസ്, അത് വാൾസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് ഈസോഫാഗസ്, സ്റ്റൊമക് എക്സെട്ര. ദെൻ അപ്പോൾ എ എന്ന് പറയുന്നത് സീൻ അസോസിയേറ്റഡ് വിത്ത് സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സ്, ബി എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസ്, സി എന്ന് പറയുന്നത് seen associated with the walls of internal organs like visceral organs like esophagus, stomach, intestine etc. D എന്ന് പറയുന്നത് cardiac tissue. Then sixth question, അപ്പോൾ എ ബി സി ഡി കറക്റ്റായിട്ട് എഴുതുക, അത്ര മതി. Then sixth question, identify the figure A and B. എ എന്ന് പറയുന്ന ഫിഗറിനെയും ബി എന്ന് പറയുന്ന ഫിഗറിനെയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഡെൻസ് റെഗുലർ ടിഷ്യൂ ആൻഡ് ബി എന്ന് പറയുന്നത് ഡെൻസ് ഇറഗുലർ ടിഷ്യൂ. ഡെൻസ് റെഗുലർ ടിഷ്യൂ ആൻഡ് ഡെൻസ് ഇറഗുലർ ടിഷ്യൂ. ഡെൻസ് റെഗുലർ ടിഷ്യൂവിന് എക്സാമ്പിൾ ടെൻഡൺ, അതേസമയം ടെൻഡൺ ലിഗമെൻറ്റ്സ് ഒക്കെ. ഡെൻസ് ഇറഗുലർ ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ സ്കിൻ.
Then cockroach is said to be uricotelic. 7th question. What do you understand about the nature of excretion of cockroach from the statement? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് കോക്രോച്ചിൻ്റെ നേച്ചർ ഓഫ് എക്സ്ക്രീഷൻ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതായത് കോക്രോച്ച് സെക്രീറ്റ് യൂറിക് ആസിഡ്, നൈട്രജനസ് വേസ്റ്റ് മെറ്റീരിയൽ ഇസ് യൂറിക് ആസിഡ്, അതാണ് യൂറിക്കോടെലിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ദെൻ നെയിം 2 എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് കോക്രോച്ച്. എക്സ്ക്രീറ്ററി ഓർഗൻസ് മേജറായിട്ടും മാൽപീജിയൻ ട്യൂബ്യൂൾ, യൂറിക്കോസ് ഗ്ലാൻഡ്, അതൊക്കെയാണ് കോക്രോച്ചിൻ്റെ ഏറ്റവും മേജറായിട്ട് മാൽപീജിയൻ ട്യൂബ്യൂൾസാണ്. അപ്പോൾ കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ മാൽപീജിയൻ ട്യൂബിൾ എന്തായാലും എഴുതുക. അതിൻ്റെ കൂടെ നെഫ്രോസൈറ്റ്സ്, ഫാറ്റ് ബോഡി, യൂറിക്കോസ് ഗ്ലാൻഡ്സ്, ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടെ എഴുതാം. ദെൻ റീറൈറ്റ് ദ ഗിവൺ സെൻറ്റൻസസ് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ദ അണ്ടർലൈൻ പാർട്ട്. ഇവിടെ അണ്ടർലൈൻ പാർട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാർട്ടിലേജിൻ്റെ സെൽസ് ആർ കോൾഡ് ഓസ്റ്റിയോസൈറ്റ്സ്. അപ്പോൾ നമുക്ക് തിരുത്തേണ്ടത് കാർട്ടിലേജ് സെൽസ് ആർ കോൾഡ് കോൺട്രോസൈറ്റ്സ് എന്ന് തിരുത്താം, അല്ലെങ്കിൽ ബോൺ സെൽസ് ആർ കോൾഡ് ഓസ്റ്റിയോസൈറ്റ്സ് എന്ന് തിരുത്താം. ഇനി ബോൺസ് ആർ റിച്ച് ഇൻ കാൽഷ്യം സോൾട്സ്, അത് ശരിയാണ്. ദെൻ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആർ സീൻ ഇൻ സ്കെലിറ്റൽ മസിൽസ്. അപ്പോൾ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആർ സീൻ ഇൻ കാർഡിയാക് മസിൽ എന്ന് തിരുത്തുക. ദെൻ സ്കെലിറ്റൽ മസിൽസ് ആർ സ്ട്രയേറ്റഡ്, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ തെറ്റുള്ളത് കാർട്ടിലേജിനസ് സെൽസ് ആർ കോൾഡ് ഓസ്റ്റിയോസൈറ്റ്സ് എന്നുള്ളത് തെറ്റാണ്. ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആർ സീൻ ഇൻ സ്കെലിറ്റൽ മസിൽസ്, അതും തെറ്റാണ്. അപ്പോൾ രണ്ടെണ്ണം തിരുത്തുക. ദെൻ ഐഡൻറ്റിഫൈ, 9th question, ഐഡൻറ്റിഫൈ ദ ടിഷ്യൂ ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഗിവൺ ബിലോ. ഇൻ്റർകലേറ്റഡ് ഡിസ്കും ഇൻവോളണ്ടറി ആക്ഷനുള്ള ടിഷ്യൂ ഏതാണ്? അപ്പോൾ അത് കാർഡിയാക് ടിഷ്യൂ ആണ്. മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. ഇൻ്റർകലേറ്റഡ് ഡിസ്കിൻ്റെ ഫംഗ്ഷൻ ഈ കാർഡിയാക് മസിൽസ് ഒരു ആസ് സച്ച് ഒരു യൂണിറ്റ് ആയിട്ടാണ് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. ആ കോൺട്രാക്ഷനെയും റിലാക്സേഷനെയും ആസ് എ യൂണിറ്റ് ആയിട്ട് സഹായിക്കുന്നത്. ഒരു സെല്ലിന് കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു സിഗ്നൽ കിട്ടിയാൽ നെയ്ബറിങ് സെൽസ് കൂടി അതിൻ്റെ കൂടെ കോൺട്രാക്ട് ചെയ്യും. ദെൻ 10th question, ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഇൻ കോക്രോച്ചസ്. കോക്രോച്ചിൻ്റെ ഐഡൻറ്റിഫൈ ദ ഫംഗ്ഷൻ ഓഫ് ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഓഫ് കോക്രോച്ചസ്. കോക്രോച്ചസിൻ്റെ സ്ട്രക്ചേഴ്സും അതിൻ്റെ ഫങ്ഷൻസും. കോമ്പൗണ്ടായി വിഷിന് സഹായിക്കുന്നു. ദെൻ സെമിനൽ വെസിക്കിൾ, സ്റ്റോറേജ് ഓഫ് സ്പേംസ്. അപ്പോൾ കോമ്പൗണ്ടായി സെൻസറി സ്ട്രക്ചറാണ് വിഷൻ. ദെൻ ബി ആണ് ശരിക്കും വേണ്ടത്. സെമിനൽ വെസിക്കിളിൻ്റെ ഫങ്ഷൻ ടെമ്പററി സ്റ്റോറേജ് ഓഫ് സ്പേംസ്. ദെൻ ആർത്രോയിഡൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻ അഡ്ജസൻറ്റ് സ്ക്ലീറൈറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുക. സ്ക്ലീറൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെഗ്മെൻറ്റിൻ്റെയും മുകളിൽ കാണുന്ന പ്ലേറ്റ്സ് ആണ്. അപ്പോൾ അതിനെ തമ്മിൽ കണക്ട് ചെയ്യുക, അതാണ് ആർത്രോയിഡൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻ. മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആർ മെയിൻ ഫോർ എക്സ്ക്രീഷൻ. മാൽപീജിയൻ ട്യൂബ്യൂളിൻ്റെ ഫങ്ഷൻ എക്സ്ക്രീഷനാണ്. ഇനി 11th question, ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ഇറഗുലറിന് എക്സാമ്പിൾ സ്കിന്നാണ് വരിക. അപ്പോൾ ഡെൻസ് റെഗുലർ, സി ആണ് ആൻസർ. ദെൻ മാച്ച് ദ ഫോളോയിങ് എ വിത്ത് ദോസ് ഇൻ കോളം ബി. ടൈപ്പ് ഓഫ് എപ്പിത്തീലിയമാണ് ആദ്യത്തെ കോളത്തിൽ, പിന്നെ അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ഫങ്ഷൻ. സ്ക്വാമസ് എപ്പിത്തീലിയം, അതിൻ്റെ ലൊക്കേഷൻ, ഓരോ എപ്പിത്തീലിയം. സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ, കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം, ടൈപ്സ് ഓഫ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ശരിക്കും ആദ്യത്തെ കോളത്തിൽ വരേണ്ടത് സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കോളംനാർ എപ്പിത്തീലിയം ആൻഡ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. അപ്പോൾ അതിൽ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ ലൊക്കേഷനാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ആൽവിയോളയുടെ ഇന്നർ വാൾസിൽ അല്ലെങ്കിൽ കിഡ്നിയുടെ ട്യൂബുലർ പാർട്സിലൊക്കെ ഉള്ള ടിഷ്യൂ ആണ് സ്ക്വാമസ് എപ്പിത്തീലിയം. എൻ്റെ ഫങ്ഷൻ ഡിഫ്യൂഷൻ. അപ്പോൾ എ എന്ന് പറയുന്ന ആൽവിയോളയുടെ വാൾ അല്ലെങ്കിൽ കിഡ്നിയുടെ ട്യൂബുലർ പാർട്സ്. ദെൻ ബി എന്ന് പറയുന്നത് ഡക്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ് ഇൻ കിഡ്നീസ് ആണ്. അവിടെ കാണുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. നെക്സ്റ്റ് കോളംനാർ എപ്പിത്തീലിയമാണ്. കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ? കോളംനാർ എപ്പിത്തീലിയത്തിൻ്റെ ലൊക്കേഷൻ സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്ട്രൈൻ ആണ്. ഫങ്ഷൻ സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. നെക്സ്റ്റ് ഇ എന്ന് പറയുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയം, അത് ഇന്നർ സർഫസ് ഓഫ് ബ്രോങ്കിയോൾസ് ആൻഡ് ഫലോപ്പിൻ ട്യൂബ്സ്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്.
Then next one, 13th question, name the label parts A, B in the diagram given below. അപ്പോൾ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രത്തിലെ എ പാർട്ടും ബി പാർട്ടും ലേബൽ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 13th ക്വസ്റ്റ്യൻ, എ എന്ന് പറയുന്നത് അത് ലേബൽ ചെയ്യാൻ. എ എന്ന് പറഞ്ഞ കാർട്ടിലേജിൻ്റെ സെൽസ്, ബി കാർട്ടിലേജ് സെൽസും ബി കൊളാജൻ ഫൈബേഴ്സും. ദെൻ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് എ ബോൺ സെൽ. ബോൺ സെൽ ഏതാണ്? ല്യൂക്കോസൈറ്റ് എന്ന് പറഞ്ഞാൽ WBC ആണ്. കോൺട്രോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർട്ടിലേജ് സെല്ലാണ്. ത്രോംബോസൈറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡിലുള്ള ഒരു സെല്ലാണ്. ഓസ്റ്റിയോസൈറ്റ് ആണ് ബോൺ സെൽ. അപ്പോൾ ആൻസർ ഓസ്റ്റിയോസൈറ്റ്. ദെൻ ഒബ്സർവ് ദ പൂൾ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ കെയർഫുള്ളി ആൻഡ് ക്ലാസിഫൈ ദം അണ്ടർ 3 ഹെഡിങ്സ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ 3 ഹെഡിങ്ങിലാണ് പഠിക്കുന്നത് തന്നെ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് ഏരിയോളാർ ടിഷ്യൂവും അഡിപ്പോസ് ടിഷ്യൂ. ദെൻ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് ടെൻഡൺ ആൻഡ് ലിഗമെൻറ്റ്. അത് തന്നെ ഡെൻസ് റെഗുലറിലാണ് വരുന്നത്. ദെൻ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ് ബ്ലഡ് ആൻഡ് ബോൺ. 15th question, mounting of mouth parts of cockroach are given below. If there is any error, correct it. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഡയഗ്രാം ലേബൽ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡയഗ്രാം അത്ര ക്ലിയർ അല്ല. എ ബി മാക്സില്ല എന്ന് പറയുന്നത് മാക്സില്ല തന്നെയാണ്. എ മാൻഡിബിൾ എന്ന് കാണുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, ലേബ്രമാണ്. അതുപോലെ ഈ ലേബ്രം ലേബൽ ചെയ്തിരിക്കുന്നത് ശരിക്കും മാൻഡിബിളാണ്. ദെൻ അപ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബ്രം, അതാണ് തെറ്റ്. ബി മാക്സിൽ തന്നെയാണ്. സി ഹൈപ്പോഫാരിങ്സ് ആണ്, ശരിക്കുള്ള ആൻസറാണ് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ലേബിയമാണ്. ദെൻ ഇ എന്ന് പറയുന്നത് മാൻഡിബിളാണ്. അപ്പോൾ തെറ്റായിട്ട് ലേബൽ ചെയ്തിരിക്കുകയാണ്, അത് കറക്റ്റായിട്ട് എഴുതാനാണ് പറയുന്നത്. ദെൻ 16th question, ബോൺ കാർട്ടിലേജ്, അതാണ് തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്ന കാർട്ടിലേജ്, ബി എന്ന് പറയുന്നത് ബോൺ. നെയിം ദ സ്പെഷ്യലൈസ്ഡ് സെൽസ് പ്രസൻറ്റ് ഇൻ എ ആൻഡ് ബി. എയിലുള്ളത് ബോണിലുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസാണ് ഓസ്റ്റിയോസൈറ്റ്സ് ആൻഡ് എയിലുള്ളത് കോൺട്രോസൈറ്റ്സ് ആൻഡ് ബിയിലുള്ളത് ഓസ്റ്റിയോസൈറ്റ്സ്. ബോണിലുള്ളത് ഓസ്റ്റിയോസൈറ്റ്സ്, കാർട്ടിലേജിലുള്ളത് കോൺട്രോസൈറ്റ്സ്. Then among the following body parts squamous epithelium is found in. Squamous epithelium എവിടെയാണ് കാണുന്നത്? Squamous epithelium is found in inner walls of blood vessels and inner walls of blood vessels and air sacs of lungs. അതാണ് ആൻസർ, air sacs of lungs. Then write any function one function of compound epithelium. കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ എഴുതാം. കോമ്പൗണ്ട് എപ്പിത്തീലിയം അപ്പോൾ നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? അപ്പോൾ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയർ ആയതുകൊണ്ട് അവരുടെ ഫങ്ഷൻ പ്രൊട്ടക്റ്റീവ് സർഫസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ. ദെൻ 18th question, ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ടിഷ്യൂസ് ദാറ്റ് സ്റ്റോഴ്സ് ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്ന ടിഷ്യൂ അഡിപ്പോസ് ടിഷ്യൂ. ദെൻ ഫാറ്റ് സ്റ്റോറിങ് ടിഷ്യൂ എവിടെ കണ്ടാലും അഡിപ്പോസ് ടിഷ്യൂ എന്ന് ആൻസർ എഴുതുക. ദെൻ ടിഷ്യൂസ് ദാറ്റ് കണ്ടക്ട് ഇമ്പൾസസിനെ കണ്ടക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ദെൻ മസിൽസും ബോണും ഉള്ളത് ടെൻഡൺ ആൻഡ് ബോൺ ടു ബോൺ ആണെങ്കിൽ ലിഗമെൻറ്റ്സ്. 19th question, അത് എലിമെൻ്ററി കനാൽ ലേബൽ ചെയ്യാനാണ്. എ എന്ന് പറയുന്ന ക്രോപ്പ്, ബി ഹെപ്പാറ്റിക് CK, സി എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾ, ഡി ഇലിയം. ദെൻ ബോൺ ഓസ്റ്റിയോസൈറ്റ് ആണെങ്കിൽ കാർട്ടിലേജ് കോൺട്രോസൈറ്റ്. 21st question, ഐഡൻറ്റിഫൈ എ ആൻഡ് ബി, റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് സ്മൂത്ത് മസിൽസ് ഓർ നോൺ സ്ട്രേറ്റഡ് മസിൽസ്. സ്മൂത്ത് മസിൽസിൻ്റെ ഡയഗ്രമാണ് എ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ബി എന്ന് പറയുന്നത് സ്ട്രയേറ്റഡ് മസിൽസ് ഓർ സ്കെലറ്റൽ മസിൽസ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് എഴുതാൻ പറയുമ്പോൾ എന്ത് ക്യാരക്ടർ വേണമെങ്കിലും എഴുതാം. ഒന്നുമില്ല അതിൻ്റെ സ്ട്രക്ചർ, ഏതിൻ്റെ സ്ട്രക്ചർ ടേപ്പറിങ് അറ്റ് ബോത്ത് എൻഡ്സ് ആണ്. ബി സിലിണ്ട്രിക്കൽ ഷേപ്പാണ്. അതുപോലെ എ സീൻ ഇൻസൈഡ് ദ വാൾസ് ഓഫ് വിസറൽ ഓർഗൻസ്. ബി ആണെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് സ്കെലറ്റൽ എലമെൻറ്റ്സ്.
എയുടെ ഫങ്ഷൻ ഇൻവോളണ്ടറി ആണ്. ബി സ്കെലിറ്റൽ എല്ലാ മസിൽസിൻ്റെ ഫങ്ഷൻ വോളണ്ടറി ആണ്. അങ്ങനെ ഏത് ക്യാരക്ടർ വേണമെങ്കിലും എഴുതാം. പിന്നെ എയിൽ സ്ട്രയേഷൻസ് ആബ്സെൻ്റ് ആണ്, ബിയിൽ സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. Then 22nd question, in cockroaches a special mode of vision is noticed. Write the speciality of vision. Speciality vision mosaic vision ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒമറ്റീഡിയ ഓർഗൻ ആൻഡ് ഇറ്റ്സ് ബേസിക് യൂണിറ്റ്സ് പെർഫോം വിഷൻ ഇൻ കോക്രോച്ച്. ഒമറ്റീഡിയ എന്ന് പറയുന്നതാണ് അതിൻ്റെ ബേസിക് യൂണിറ്റ്സ്. കോമ്പൗണ്ട് ഐസ് ഒമറ്റീഡിയ ഏകദേശം ഒരു 2000 ഒമറ്റീഡിയ ജോയിൻ ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ഐ ഉണ്ടാകും. അങ്ങനെ പെയർഡ് ഓഫ് കോമ്പൗണ്ട് ഐ ആണുള്ളത്. ഇറ്റ് ഹെൽപ്സ് ഇൻ വിഷൻ, മൊസൈക്ക് വിഷൻ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ഇമേജസ് ഫോം ചെയ്യാൻ സഹായിക്കും. തന്നെയല്ല ഇതിൻ്റെ റെസല്യൂഷൻ കുറവാണെങ്കിലും സെൻസിറ്റിവിറ്റി വളരെ കൂടുതലായിരിക്കും. അതുപോലെ നൊക്ടേണൽ വിഷനൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ സെലക്ട് ദ കണക്റ്റീവ് ടിഷ്യൂ ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് വൺ ക്യാരക്ടർ ഓഫ് ഈച്ച്. ഏരിയോളാർ ടിഷ്യൂ, അപ്പോൾ ഓരോന്നിൻ്റെയും ഒരു ക്യാരക്ടർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അഡിപ്പോസ് ടിഷ്യൂ, ഏരിയോളാർ ടിഷ്യൂ, കാർഡിയാക് ടിഷ്യൂ, ന്യൂറൽ ടിഷ്യൂ. ഏരിയോളാർ ടിഷ്യൂ സ്കിന്നിൻ്റെ താഴെയാണ് കാണുന്നത്. ഒരു സപ്പോർട്ട് ഫ്രെയിംവർക്ക് പോലെ ആക്ട് ചെയ്യുന്നു. ന്യൂറൽ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബേസിക് കമ്പോണൻസ്. ന്യൂറോൺസ് ആർ ദ ബേസിക് കമ്പോണൻസ് ഓഫ് നെർവസ് സിസ്റ്റം. കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസസ് ആണ് ഫങ്ഷൻ. അഡിപ്പോസ് ടിഷ്യൂ സ്റ്റോറേജ് ആണ്, സ്റ്റോറേജ് ഓഫ് ഫാറ്റ് ആണ് ഫങ്ഷൻ. കാർഡിയാക് ടിഷ്യൂ ഫൗണ്ട് ഇൻ ഹാർട്ട് ആൻഡ് അതിന് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു യൂണിറ്റായിട്ട് കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യുകയും ചെയ്യും. Then 24, in cockroaches spiracles are present in ട്രക്കിയൽ സിസ്റ്റം. റെസ്പിറേഷന് സഹായിക്കുന്ന ഓപ്പണിങ്സ് ആണ് സ്പൈറക്കിൾസ് എന്ന് പറയുന്നത്. ദേ ആർ ഗാർഡഡ് ബൈ സ്ഫിങ്ക്റ്റേഴ്സ്. കംപ്ലീറ്റ് ദ ഗിവൺ ബ്രാഞ്ച് ഡയഗ്രാം. അത് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ പറഞ്ഞതാണ്. കണക്റ്റീവ് ടിഷ്യൂ മൂന്നായിട്ട് തിരിക്കാം: ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഏരിയോളാർ ടിഷ്യൂ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ റെഗുലർ, ഇറഗുലർ, ഡെൻസ് റെഗുലർ, ഡെൻസ് ഇറഗുലർ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണെങ്കിൽ ബ്ലഡ്, ബോൺ ആൻഡ് മസിൽസ്. ബ്ലഡ്, ബോൺ, കാർട്ടിലേജ്. അപ്പോൾ എ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, ബി എന്ന് പറയുന്നത് അഡിപ്പോസ് ടിഷ്യൂ, സി ഇറഗുലർ, ഡി കാർട്ടിലേജ്. ഇനി 26th ക്വസ്റ്റ്യൻ. വീണ്ടും ഡെൻസ് റെഗുലർ, ഡെൻസ് ഇറഗുലർ തന്നിരിക്കുകയാണ്. വീണ്ടും അതേ ക്വസ്റ്റ്യൻസ് ആണ്. ഡെൻസ് റെഗുലർ എന്ന് പറയുന്നത് ഏരിയോളാർ അഡിപ്പോസ് ടിഷ്യൂ, ഏരിയോളാർ ടിഷ്യൂ ആണ്. സ്കിന്നിൻ്റെ താഴെ കാണുന്നു. ഡെൻസ് ഇറഗുലർ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ കാണുന്ന സ്ട്രക്ചേഴ്സാണ്, ടിഷ്യൂസാണ്. ദെൻ പ്രിപ്പയർ ടു കറക്റ്റ്ലി മാച്ചിങ് പെയർസ് ഫ്രം ദ ഗിവൺ ടേംസ്. ഒമറ്റീഡിയ സെൻസ് ഓർഗൻസ്, ഹെപ്പാറ്റിക് CK ഡൈജസ്റ്റീവ് ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ദെൻ പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ജെനൈറ്റൽ പൗച്ച്, എക്സ്ക്രീറ്ററി ഓർഗൻ, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്, അപ്പർ ലിപ്പ്. അപ്പോൾ ജെനൈറ്റൽ പൗച്ചും അപ്പർ ലിപ്പും ഒരു തരത്തിലും ചെയ്തില്ല, ബാക്കി ഉള്ളതാണ്. അപ്പോൾ എക്സ്ക്രീറ്ററി ഓർഗനും ഒരു തരത്തിലും ചെയ്തില്ല. ബാക്കിയുള്ളത് ഒമറ്റീഡിയ എന്ന് പറയുന്ന സെൻസ് ഓർഗൻ, ഹെപ്പാറ്റിക് CK ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്. അതാണ് രണ്ട് പെയർ. ഇനി ഗ്ലാൻഡ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 28 ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. യൂണിസെല്ലാർ, മൾട്ടി സെല്ലാർ ഗ്ലാൻഡ്സ്. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിൻ്റെ രണ്ട് ഡിവിഷനാണ് പറഞ്ഞിരിക്കുന്നത്: യൂണിസെല്ലാർ ഗ്ലാൻഡും മൾട്ടി സെല്ലാർ ഗ്ലാൻഡും. യൂണിസെല്ലാർ ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഗോബ്ലെറ്റ് സെൽസ് ഒക്കെയാണ്. ദെൻ മൾട്ടി സെല്ലാർ ഗ്ലാൻഡ്, എക്സാമ്പിൾ സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് എൻഡോക്രൈൻ, അല്ലെങ്കിൽ മൾട്ടി സെല്ലാർ ഗ്ലാൻഡ് ക്യാൻ ബി 2 types: എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ. എൻഡോക്രൈൻ എക്സാമ്പിൾ പിറ്റ്യൂട്ടറി, എക്സോക്രൈൻ എക്സാമ്പിൾ ലിവർ. എൻഡോക്രൈൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡക്ട്ലെസ്, എക്സോക്രൈൻ എന്ന് പറയുമ്പോൾ ഡക്റ്റഡ് ഗ്ലാൻഡ്സ്. നെയിം അതിന് 2 sections ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ്സ്. എക്സോക്രൈൻ ഗ്ലാൻഡിൻ്റെ 2 സെക്രീഷൻസ് എഴുതാൻ. എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഡക്റ്റഡ് ഗ്ലാൻഡ്സ് ആണ്. അപ്പോൾ എൻസൈംസ് ആവാം, ടിയേഴ്സ് ആവാം, സ്വെറ്റ്, സെബം അതൊക്കെ ആവാം, അല്ലെങ്കിൽ മിൽക്ക് സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സ്. ഇതൊക്കെ സെക്രീഷൻസ് ആണ്. ആൻഡ് 30th ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ് സീരീസ്: ഏരിയോളാർ ടിഷ്യൂ, ബ്ലഡ്, ന്യൂറോൺ, ടെൻഡൻ. അതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്ന ഒരു
ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ബ്ലഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ന്യൂറോൺ എന്ന് പറയുന്നത് ഒരു ന്യൂറൽ ടിഷ്യൂ, ഒരു സെപ്പറേറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്. ടെൻഡൺ എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ വ്യത്യാസം, ബാക്കിയെല്ലാം കണക്റ്റീവ് ടിഷ്യൂവും ന്യൂറോൺ മാത്രം കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തതും. അപ്പോൾ ഔട്ട് വൺ ഔട്ടേഴ്സ് ന്യൂറോൺ ആണ്. എരിവളാർ ടിഷ്യൂ, ബ്ലഡ്, ടെൻഡൺ അതൊക്കെ കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്നതാണ്. ദെൻ ഹൈപ്പോഫാരിങ്സ്, മാൽപിജിയൻ ട്യൂബ്യൂൾ, മാക്സില്ല, ലേബ്രം. ഇതിൽ ഹൈപ്പോഫാരിങ്സ്, മാക്സില്ല, ലേബ്രം ഇതൊക്കെ മൗത്ത് പാർട്സും, മാൽപിജിയൻ ട്യൂബ്യൂൾ മാത്രം എക്സ്ക്രീറ്ററി സ്ട്രക്ചർ. അപ്പോൾ എയിൽ ഓഡ് വൺ ഔട്ട് ന്യൂറോൺ, ബിയിൽ ഓഡ് വൺ ഔട്ട് മാൽപിജിയൻ ട്യൂബ്യൂൾ. Then in a laboratory session your biology teacher exhibited blood smear of cockroach and human being. How will you distinguish them on the nature of plasma and blood cells? നമ്മുടെ കേസിലാണെങ്കിൽ RBC, WBC എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള ബ്ലഡ് സെൽസ് ഉണ്ട്. പക്ഷേ കോക്രോച്ചിൻ്റെ കേസിലാണെങ്കിൽ പ്ലാസ്മ, ഹീമോ, ലിംഫ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഹീമോസൈറ്റ്സ് എന്ന് പറയുന്ന ജനറലൈസ്ഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് ആണ് ഉണ്ടാവുക. Then if the head of the cockroach is cut off it will alive for 1 week. എന്താണ് കാരണം? നമ്മൾ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു. ഹെഡ് കട്ട് ചെയ്താലും കോക്രോച്ചിൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഹെഡിലുള്ളൂ, ബാക്കി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ ബോഡി. അതുകൊണ്ടാണ് when the head is cut off it will alive for about 1 week. Then ഒരു സിമ്പിൾ എപ്പിത്തീലിയം 33, ഒരു സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. നെയിം ദ മാർക്ഡ് പാർട്ട് ആസ് പി എന്ന് പറഞ്ഞാൽ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ആണ്. Write the function of simple epithelium. Simple epithelium acts as diffusion boundary, അത് നമുക്ക് എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ secretion and absorption അതൊക്കെ എഴുതാവുന്നതാണ്. Then 34th question, male and female cockroaches can be identified. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്, സെക്ഷൽ ഡൈമോർഫിസത്തിൻ്റെ. Then name 2 animal tissues are given, cardiac tissue and adipose tissue. Cardiac tissue രണ്ടിൻ്റെയും ലൊക്കേഷൻ എഴുതാൻ. Adipose tissue just beneath the skin and cardiac tissue in the heart. Then select the accurate character of each tissue from the items given below. Cells of tissues are specialized to store fat. അത് adipose tissue ആണ്. Cells of these tissues are seen in small cavities within the matrix. അതല്ല, നമുക്ക് കാർഡിയാക് മസിൽ ടിഷ്യൂവിൻ്റെയാണ് വേണ്ടത്. ദെൻ പ്രസൻസ് ഓഫ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്, അതാണ് കാർഡിയാക് ടിഷ്യൂവിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് പ്രസൻസ് ഓഫ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. ദെൻ 36 ഹെപ്പാറ്റിക് CKയുടെ ഫംഗ്ഷൻ. ഇറ്റ് ആക്ട്സ് ആസ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് വിച്ച് സെക്രീറ്റ്സ് ഡൈജസ്റ്റീവ് എൻസൈംസ് ഓർ ഡൈജസ്റ്റീവ് ജ്യൂസ്. ദെൻ വേർ ഡു യു ഫൈൻഡ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് ഇൻ ഹ്യൂമൻ ബോഡി? കൊളാജൻ ഫൈബേഴ്സ്, അത് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂവിൽ കാണുന്നതാണ് കൊളാജൻ ഫൈബർ. ആക്സോൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നെർവസ് ടിഷ്യൂവിൽ കാണുന്ന സ്ട്രക്ചേഴ്സാണ്, അല്ലെങ്കിൽ ന്യൂറോൺസിൽ കാണുന്നതാണ്. സ്ക്വാമസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് നമ്മുടെ ആൽവിയോളയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ ഒക്കെ കാണുന്നതാണ് സ്ക്വാമസ് എപ്പിത്തീലിയം. ദെൻ സ്മൂത്ത് മസിൽസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ വോൾസിൽ, എസ്പെഷ്യലി സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ അവിടെയൊക്കെ. Then 38th question, fill in the blanks with suitable terms according to the indicator. 38th question, A എന്ന് പറയുന്ന A and B ഫുഡ് ഹാബിറ്റ്സ്, C and D എക്സ്ക്രീറ്ററി ഓർഗൻ. അതിൽ കോക്രോച്ചിൻ്റെ മാത്രമേ നമുക്ക് നോക്കണ്ടൂ, എർത്തോമിൻ്റെ നോക്കണ്ട. കോക്രോച്ച് എന്ന് പറയുമ്പോൾ ഒംനിവോസ് ആണ്. എക്സ്ക്രീറ്ററി ഓർഗൻ മാൽപിജിയൻ ട്യൂബ്യൂൾ ആണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ യൂറിക്കോസ് ഗ്ലാൻഡ്, നെഫ്രോസൈറ്റ്സ് അതൊക്കെ ശരിയാണ്, പക്ഷേ മാൽപിജിയൻ ട്യൂബ്യൂളാണ് ഫസ്റ്റ് ആൻസർ കൊടുക്കേണ്ടത്. ദെൻ 39 ഫീച്ചേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ ടിഷ്യൂ വിസിബിൾ ത്രൂ എ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ ഇസ് പ്രസൻറ്റഡ് ഹിയർ. സെൽസ് ആർ ക്ലോസ്ലി അറേഞ്ച്ഡ്, ഇൻറ്റർസെല്ലുലാർ മാട്രിക്സ് ആബ്സെൻറ്റ്, സെൽസ് ആർ സപ്പോർട്ടഡ് ബൈ ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഈ ക്യാരക്ടേഴ്സ് ഉള്ളത് ആർക്കാണ്? ഈ ക്യാരക്ടേഴ്സ് ഉള്ളത് സ്ക്വാമസ് എപ്പിത്തീലിയം, നമ്മൾ ഈ കണ്ട അല്ലെങ്കിൽ സിമ്പിൾ എപ്പിത്തീലിയം. Then identify the animal tissue, epithelial tissue, simple epithelial tissue. Then classify this tissue based on the number of cell layers. അപ്പോൾ സിമ്പിൾ എപ്പിത്തീലിയത്തിന് നമ്പർ ഓഫ് സെൽ ലെയേഴ്സ് അനുസരിച്ച് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആണത്. എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ നമുക്ക് സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സെൽസ് ക്ലോസ്ലി അറേഞ്ച്ഡ്, ഇൻറ്റർസെല്ലുലാർ മാട്രിക്സ് ആബ്സെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. മെൻഷൻ ദർ ഫങ്ഷൻസ്. സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ സെക്രീഷൻ, അബ്സോർപ്ഷൻ,
അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡിഫ്യൂഷനൊക്കെ. കോമ്പൗണ്ട് എപ്പിത്തീലിയം ആണെങ്കിൽ പ്രൊട്ടക്റ്റീവ് സർഫസ്, പ്രൊട്ടക്ഷൻ, സപ്പോർട്ടൊക്കെയാണ് ഫങ്ഷൻ. Then 40th question, identify the type of tissue. The fibers in this tissue helps the tissue to perform their function. അതായത് ഈ തന്നിരിക്കുന്നത് ഡെൻസ് ഇറഗുലർ ടിഷ്യൂ ആണ്. അപ്പോൾ കൊളാജൻ ഫൈബേഴ്സ് ആണുള്ളത്. കൊളാജൻ ഫൈബേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊണ്ട് കൊളാജൻ ഫൈബേഴ്സ് അവർക്ക് ആ സ്കിന്നിൻ്റെ അടിയിൽ കാണുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചറാണത്. അപ്പോൾ കൊളാജൻ ഫൈബേഴ്സ് ഹെൽപ്സ് ടു പെർഫോം ദ ഫങ്ഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് സപ്പോർട്ട്. Then 41, facts related to two types of tissue are given below. Arrange them into two columns by giving suitable headings. Mention the location of each tissue in the human body. എവിടെയാണ് കാണുന്നത്? 2 ഹെഡിങ് കൊടുക്കാൻ. A sheath of tough connective tissue, striations absent, bundled together in a parallel fashion, fusiform shape, involuntary function, striated appearance. ഇത്രയുമാണ്. അപ്പോൾ നമുക്ക് രണ്ട് കോളമായിട്ട് കൊടുക്കുമ്പോൾ സ്ട്രയേറ്റഡ് മസിൽസ്, നോൺ സ്ട്രയേറ്റഡ് മസിൽസ്, അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽസ്, സ്മൂത്ത് മസിൽസ് നമുക്ക് കൊടുക്കാം. സ്ട്രയേറ്റഡ് മസിൽസിലാണ് എ ഷീത്ത് ഓഫ് ടഫ് കണക്റ്റീവ് ടിഷ്യൂ ഉള്ളത്. ദെൻ ബണ്ടിൽ ടുഗെദർ ഇൻ പാരലൽ ഫാഷൻ, ദെൻ സ്ട്രയേറ്റഡ് അപ്പിയറൻസ്. ഇത്രയുമാണ് സ്ട്രയേറ്റഡ് ടിഷ്യൂവിൽ വരിക. നോൺ സ്ട്രയേറ്റഡ് മസിൽസിലാവുമ്പോൾ striations absent, fusiform shape, involuntary in function. Striated muscle tissue is found in association with skeletal structures, while the other one is seen in association with the walls of internal organs, visceral organs. Then 42, observe the diagram. Label parts A and B. A എന്ന് പറയുന്നത് സാർക്കോലമ്മ, ബി എന്ന് പറയുന്നത് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആണ്. ഫങ്ഷൻസ് ഓഫ് ബി. ഇൻ്റർകലേറ്റഡ് ഡിസ്കിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ കാർഡിയാക് മസിലിനെ ഒരു യൂണിറ്റായിട്ട് കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്നവരാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക്. ദെൻ മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആർ ദ കിഡ്നീസ് ഓഫ് കോക്രോച്ച്. ഹൗ വിൽ യു ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ നമ്മുടെ കേസിൽ കിഡ്നീസ് എന്ന് പറയുമ്പോൾ അത് നൈട്രോജനസ് വേസ്റ്റ് എക്സ്ക്രീഷനാണ് സഹായിക്കുന്നത്. ലൈക്ക് ദാറ്റ് കോക്രോച്ചസ് ആർ യൂറിക്കോട്ടലിക്. കോക്രോച്ചിൻ്റെ നൈട്രോജനസ് വേസ്റ്റിൻ്റെ എക്സ്ക്രീഷനെ സഹായിക്കുന്നതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. കോക്രോച്ചിൻ്റെ ഹീമോസീലിൽ ബോഡി ക്യാവിറ്റിയിൽ നിന്ന് ദ നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽസ് ആർ pumped into the Malpighian tubules, and from the Malpighian tubules the nitrogenous waste materials passes through the rust part of the digestive system and opens out through, and it is eliminated out through anus. അപ്പോൾ അത് ശരിയാണ്. ദെൻ 44, ഒരു സ്കീമാറ്റിക് ഡയഗ്രാം തന്നിരിക്കുകയാണ്. അതിൽ ക്രോപ്പ്, റെക്റ്റം, സലൈവറി ഗ്ലാൻഡ്, ഗിസാർഡ് അതിനെയൊക്കെ കറക്റ്റ് പൊസിഷനിൽ കറക്റ്റായിട്ട് എന്താ പറയുക ലേബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ലേബൽ ചെയ്യാം? ദിസ് ഈസ് ക്രോപ്പ്, ദിസ് ഈസ് ക്രോപ്പ്. ദെൻ ഇതാണ് റെക്റ്റം, ഇതാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ, ദിസ് ഈസ് ഹെപ്പാറ്റിക് CK, ആൻഡ് ദിസ് ഈസ് സലൈവറി ഗ്ലാൻഡ്, ആൻഡ് ദിസ് ഈസ് ഗിസാർഡ്. ഇങ്ങനെ ലേബൽ ചെയ്യാം. ഇങ്ങനെ ലേബൽ ചെയ്യില്ല, അതിൽ ബോക്സസ് ഉണ്ടാവും, ബോക്സസ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. Then arrange the column following A, B, C and match properly. Squamous epithelium, cartilage, cardiac muscle, neuron. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്ക്വാമസ് എപ്പിത്തീലിയം അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫ്ലാറ്റൻ സെൽസ് ആണ്. ഇനി എവിടെയാണ് കാണുന്നത്? സ്ക്വാമസ് എപ്പിത്തീലിയം അല്ലെങ്കിൽ എന്താണ് സഹായിക്കുന്നത്? ഹെൽപ്സ് ഇൻ ഗ്യാസ് ഡിഫ്യൂഷൻ ഇൻ ലങ്സ്. അങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടത്. ദെൻ കാർട്ടിലേജ്, അതിൻ്റെ ക്യാരക്ടർ കോൺട്രോസൈറ്റ് ആണ്. കാർട്ടിലേജ് സീൻ ഇൻ ബിറ്റ്വീൻ വേർട്ടിബ്രേ. ദെൻ കാർഡിയാക് മസിൽ, ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആണ് ആൻസർ. ഹെൽപ്സ് ഇൻ ഹാർട്ട് ബീറ്റ്. ന്യൂറോൺ, ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് ആണ് ന്യൂറോണിൻ്റെ ഒരു ക്യാരക്ടർ. Impulse transmission. Then cockroaches, 46 question, cockroaches and frogs show sexual dimorphism. Write any two morphological differences between male and female cockroach. അപ്പോൾ സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറയുന്ന വാക്ക് ഓർക്കുക.
മെയിൽ ആൻഡ് ഫീമെയിൽ കോക്രോച്ച് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞു കോക്രോച്ചിൻ്റെ ഫീമെയിൽ കോക്രോച്ച് ആണെങ്കിൽ അതിൻ്റെ അബ്ഡമൻ കുറച്ച് ബൾക്കി ആയിരിക്കും. അതുപോലെ എൻ്റെ ചിറകുകൾ വിങ്സ് പ്രൊജക്ട്സ് ബിയോണ്ട് ദ അബ്ഡമിനൽ സെഗ്മെൻറ്റ്സ്. പക്ഷേ മെയിൽ കോക്രോച്ചിൻ്റെ ആണെങ്കിൽ അതിൻ്റെ വിങ്സ് കറക്റ്റ് അബ്ഡമിനൽ സെഗ്മെൻറ്റ്സുമായിട്ടായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ ബിയോണ്ട് അതങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല. അതുപോലെ എയ്നൽ സ്റ്റൈൽ എന്ന് പറയുന്നത് മെയിലാണുള്ളത്, ഫീമെയിലില്ല. അങ്ങനെ കുറച്ച് മോർഫോളജിക്കൽ ഡിഫറൻസസ്. അപ്പോൾ അതോടുകൂടി സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ്റെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചു.